അസ്സലാമു വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹ്. പ്രിയ സുഹൃത്തുക്കളെ, ഇന്ന് വെള്ളിയാഴ്ച രാവാണല്ലോ, റബീഉൽ അവ്വലിലുള്ള വെള്ളിയാഴ്ചയാണല്ലോ. അപ്പോൾ നിങ്ങൾ ഈ സലാത്ത് ചൊല്ലുക. ഇന്ന് നമ്മൾ ഈ ഒരു സലാത്ത് ധാരാളം അധികരിപ്പിച്ചിട്ട് നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്താൽ, നബിൻ്റെ ഹളറത്തിലേക്ക് ചൊല്ലിയിട്ട് ദുആ ചെയ്താൽ നമുക്ക് നടക്കാത്ത ആഗ്രഹങ്ങളൊക്കെ അള്ളാഹു സാധിപ്പിച്ചു തരും. അതിനുള്ള വഴി എളുപ്പമാക്കി തരും. നമുക്ക് ഇഹത്തിലും പരത്തിലും ഈ ഒരു അമലുകളൊക്കെ ഒരുപാട് ഉപകാരപ്പെടും. മുത്തുനബിയുടെ ഈ ഒരു ജന്മദിന മാസത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ അധികരിപ്പിക്കേണ്ട ഒരു സലാത്തും കൂടിയാണ് ഇത്. പലർക്കും സംശയമുണ്ടാവും, റബീഉൽ അവ്വൽ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം എന്ന്. റബീഉ എന്ന് പറഞ്ഞാൽ വസന്തം എന്നാണ് അർത്ഥം. അവ്വൽ ആദ്യത്തെ വസന്തം എന്നാണ് ഈ ഒരു മാസത്തെക്കുറിച്ച് പറയുന്നത്. ആദ്യത്തെ വസന്തം തന്നെയാണ് നമ്മുടെ മുത്തുനബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ. നിങ്ങൾ ഈ ഒരു നബീനെ കുറിച്ചിട്ട് നമ്മൾ പറഞ്ഞാൽ തീരില്ല. നബിയുടെ ഒരുപാട് പ്രത്യേകതകൾ. നബിക്ക് നിഴലില്ലായിരുന്നു. നമുക്കൊക്കെ നിഴലില്ലേ, ആ ഒരു നിഴൽ നബിക്കില്ലായിരുന്നു. അതുപോലെ നബിയുടെ വിശർപ്പിനൊക്കെ നല്ല അത്തറിൻ്റെ മണമായിരുന്നു. നമ്മൾ നബിയുടെ പ്രത്യേകത പറഞ്ഞാൽ ഒരുപാടുണ്ട്, പറഞ്ഞാൽ തീരില്ല, എണ്ണിയാൽ തീരില്ല. അത്രയ്ക്ക് പ്രത്യേകതകളുള്ള ഒരു മനുഷ്യൻ തന്നെയാണ് നമ്മുടെ മുത്തുനബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ. നമ്മൾ നബിയുടെ ഹളറത്തിലേക്ക് സ്വലാത്ത് ചൊല്ലുക. വെള്ളിയാഴ്ച രാവിലെ നമ്മൾ സ്വലാത്ത് ചൊല്ലിയാൽ നബിൻ്റെ ഹളറത്തിലേക്ക് ഡയറക്റ്റായിട്ട് അള്ളാഹു കാണിച്ചു കൊടുക്കും. നമ്മൾ ഇന്ന ആൾ സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നബിക്ക് ഒത്തിരി സന്തോഷമാവും. നബി നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങൾ സാധിപ്പിച്ചെടുക്കാനുണ്ടെങ്കിൽ ഈ ഒരു റബീഉൽ അവ്വൽ മാസത്തിലുള്ള ഈ ഒരു ആദ്യത്തെ വെള്ളിയാഴ്ച രാവിലെ നിങ്ങൾ 313 തവണ നിസ്കാരപ്പായയിൽ ഇരുന്നിട്ട് കിബിലക്ക് മുന്നിട്ട് ആത്മാർത്ഥമായിട്ട് നിങ്ങളുടെ ആവശ്യം പറഞ്ഞിട്ട് നബിയുടെ ഹളറത്തിലേക്ക് 313 തവണ ഇബ്രാഹിമിയ സ്വലാത്ത് ചൊല്ലുക. എന്നിട്ട് ശേഷം നിങ്ങൾ ആത്മാർത്ഥമായിട്ട് കൈകൾ ഉയർത്തി അള്ളാഹുവിനോട് ദുആ ചെയ്യുക. ഈ ഒരു റബീഉൽ അവ്വൽ മാസത്തിൽ നമ്മൾ ചൊല്ലുന്ന സലാത്തൊക്കെ നമ്മുടെ മുത്തുനബി കാണും. നമ്മൾ ഈ ഒരു സലാത്ത് ചൊല്ലി ദുആ ചെയ്താൽ നമ്മുടെ പ്രയാസങ്ങളൊക്കെ മാറും. നമുക്ക് എളുപ്പത്തിൽ നമ്മുടെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചെടുക്കാൻ ഇതൊരു വഴിയായി തീരും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഒരുപാട് പേർക്ക് ഫലം കിട്ടിയ ഒരു ടിപ്സാണ്. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്കും ഫലം കിട്ടും. നമുക്കൊരു അടുത്തൊരു വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് തരിക. ഇൻഷാ അല്ലാഹ്.